നമസ്കാരം. ശുദ്ധമായ ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശുദ്ധമായ ഭക്ഷണം ലഭിക്കണമെങ്കിൽ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ശുദ്ധമായിരിക്കണം. അത്തരത്തിൽ ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ഇന്ന് ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂർ കുരിശുപള്ളി ജംഗ്ഷനിലുള്ള രാഗസുധ ഓയിൽ മിൽസ്, അമ്മത്തനിമയുടെ പര്യായം. ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണ, മറ്റ് പല ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ മായമില്ലാത്ത, കലർപ്പില്ലാത്ത ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക. കൂടുതൽ അറിവുകൾ എന്തൊക്കെയാണെന്നുള്ളതല്ലേ കണ്ടില്ലേ, വളരെ മനോഹരമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ഇതുപോലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വരും. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ അമ്മത്തനിമയുടെ പര്യായമായ രാഗസുധ ഓയിൽ മിൽസിൻ്റെ തനി നാട്ടമ്പുറത്തുകാരനായ നമ്മുടെ സുധാകര പണിക്കറാണ് എന്നോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരമുണ്ടേ. നമസ്കാരം. എന്തായാലും വലിയ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു സമയത്ത്. അതായത് ശുദ്ധമായ ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ, അല്ലേ? അതേക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം നമുക്ക്. ശുദ്ധമായ ഭക്ഷണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേർക്കുന്ന വസ്തുക്കളുടെ പരിശുദ്ധി പോലെ ഇരിക്കും. അതെ, ഭക്ഷണത്തിലെ ശുദ്ധത. അതെ, അതാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം വെളിച്ചെണ്ണ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ തന്നെ തേങ്ങ എടുത്ത് അത് കൊപ്ര ആക്കി നമ്മുടെ തന്നെ ചക്കിൽ ആട്ടി ശുദ്ധമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് ആൾക്കാർക്ക് വിതരണം ചെയ്ത് കൊടുക്കുക. യാതൊരുവിധ മായവും ഇല്ലാതെ പരിശുദ്ധമായ. താങ്കളെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ശുദ്ധത എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്ന ഉൽപ്പന്നം അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം, എനിക്ക് നിർബന്ധമുണ്ട്. അത് ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സർക്കാർ ജീവനക്കാരനായിരുന്നു. ആ കാലത്തും എനിക്ക് ചില നിർബന്ധ ബുദ്ധികളുണ്ടായിരുന്നു. അത് ശരി. കാരണം ആൾക്കാരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നും പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് 2 ആൺപിള്ളേരാണുള്ളത്. അവരിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മൂത്തയാളുടെ കടയായിട്ടാണ് ഇത് പോകുന്നത്. ഇളയാള് അമ്പലത്തിൻ്റെ വാതിക്ക് അമ്മ മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. കാര്യം ഈ അമ്മ തനിമയുടെ പര്യായം എന്ന് പറയുമ്പോൾ അമ്മ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിശ്വാസമാണ്. ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ, അല്ലേ? അതുപോലെ തന്നെയാണ്. ഇപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രധാനം? ഇവിടെ ഇപ്പം മെയിനായിട്ട് നമുക്കുള്ളത് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയോട് കൂടി തന്നെ നമുക്ക് മുളക് പൊടികളുണ്ട്. അതാ ഇവിടെ ഇരിക്കുന്ന മുളക് പൊടി. 5 തരം മുളക് പൊടിയുണ്ട് ഇവിടെ. അത് ശരി. ഈ മുളക് പൊടിയുടെ പ്രത്യേകത, നമ്മൾ മുളക് കൊണ്ടുവന്നിട്ട് കഴുകി ഉണങ്ങി അതിൻ്റെ ഞെടുപ്പ്, ഈ വളഞ്ഞിരിക്കുന്ന ആ ഭാഗം, അത് മുഴുവൻ കട്ട് ചെയ്ത് കളയും. എന്നിട്ടാണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പം വിലയിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ഗുണത്തിൽ ഏറ്റവും ഉപരിയാണ്. 100%. ഒരു പ്രാവശ്യം ഇവിടുന്ന് മുളക് പൊടി, വിലയിലുള്ള കാര്യം ഗുണത്തിലാണ്. ഒരു സാധനം ഇവിടുന്ന് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവർ വന്നിരിക്കും. അത് നമുക്ക് ഉറപ്പാണ്. ശരി. എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. മറ്റെന്തൊക്കെ മുളക് പൊടി അല്ലാതെ? ഇപ്പം മുളക് പൊടി അല്ലാതെ മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, ചമ്മന്തിപ്പൊടി, മസാലപ്പൊടികൾ, ശരി, പിന്നെ അച്ചാറുകൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നതാണ്. പിന്നെ എള്ളുണ്ട, അവലോസുണ്ട, എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ ഒരു രംഗത്തേക്ക് ഇങ്ങനെ വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? ശരിക്കും സർക്കാർ ജീവനക്കാരനായിരുന്നു. ഈ ഒരു രംഗത്തേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എന്ന് പറയുന്നത്, ബിസിനസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഞാൻ, എൻ്റെ മകൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്കുണ്ടായ ആക്സിഡൻറ്റിൽ അവൻ കുറേ ദിവസം ആശുപത്രി കിടക്കേണ്ട ഒരു, അവൻ്റെ ശരീരം മുഴുവൻ കമ്പിയാണ്. 2 കാലിലും 2 കയ്യിലും എല്ലാം കമ്പിയാണ്. അതിൻ്റെ ബലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം തിരിച്ച് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ കണ്ടുപിടിച്ചതാണ് ഇത്. ശരി. കാരണം ഈ ഏരിയയിൽ ഇതില്ല, ഈ പ്രസ്ഥാനം ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളത്
ആ രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് മറ്റ് മായമൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഈ ചക്കിനകത്താട്ടുന്നതും മെഷീൻ തന്നെ 2 തരമുണ്ട്. എക്സ്പെല്ലർ എന്നും പറഞ്ഞൊരു മെഷീനുണ്ട്. ഓ, അങ്ങനെയുണ്ടല്ലേ? എക്സ്പെല്ലറിനകത്ത് ആട്ടിക്കഴിഞ്ഞാൽ എണ്ണയ്ക്ക് കളർ വ്യത്യാസം വരും. അതിനൊരു ബ്രൗൺ കളർ കയറി വരും. രുചി വ്യത്യാസമുണ്ട്. ചക്കിലാട്ടി കഴിയുമ്പം എണ്ണയുടെ അളവ് കുറയുന്നുണ്ട്, പക്ഷേ ഗുണം നന്നായിട്ട് തന്നെ നിൽക്കും. അതാണ് ചക്കിലാട്ടി വെളിച്ചെണ്ണ. ഇപ്പോൾ ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എന്താ ചെയ്യും? നമുക്ക് വേറെ ഷോപ്പുകളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓൺലൈൻ വഴി ആരെങ്കിലും ഇങ്ങോട്ട് നമ്മൾ ഫോൺ ചെയ്ത് ആവശ്യപ്പെട്ടാൽ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. ആ ഒരു സംവിധാനമുണ്ട്. അത് ഇത് മെഡിക്കൽ സ്റ്റോറിനും ഉണ്ട്. മരുന്നാണെങ്കിലും അങ്ങനെ എത്തിച്ചു കൊടുക്കും. ശരി. ഇവിടെയുള്ള ഏത് ഉൽപ്പന്നങ്ങളാണെങ്കിലും അങ്ങനെ നമ്മൾ എത്തിക്കും. അല്ലാതെ വേറെ ഷോറൂമുകളോ ഒന്നുമില്ല. ആവശ്യക്കാർ ഇവിടെ വരിക, നമ്മൾ കൊടുത്തു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഈ ഒരു പ്രൊജക്റ്റുകൾ? ഇനി മുന്നോട്ട് നമുക്ക് ഒത്തിരി മനസ്സിൽ പ്ലാനുകളുണ്ട്. പ്രത്യേകമായിട്ട് നമ്മളിവിടെ ഈ എണ്ണ ഇത് താരൻ നിവാരണയാണ്. താരൻ ഉണ്ടാകാതിരിക്കാനും ഉള്ള താരൻ പോകാനും മുടി വളരാനും മുടിക്ക് കളറ് കിട്ടാനും ഒക്കെ ഉള്ള ഒരു എണ്ണയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. 23 കൂട്ടം മരുന്നുകളാണ്. കയ്യന്യം, കറ്റാർവാഴ, ചെമ്പരത്തി, കരിയേപ്പില തുടങ്ങിയ മരുന്നുകളൊക്കെ കൂടെ ചേർത്ത്. അപ്പോൾ എല്ലാ രീതിയിലും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ആരോഗ്യ സംരക്ഷണത്തിന് ഇതേപോലെ സംഭാവനകൾ നൽകാൻ താങ്കൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേക നന്ദി. ഇത് എൻ്റെ മകൻ. അപ്പം ആ അച്ഛൻ്റെ പ്രിയപ്പെട്ട മകനാണ്. എന്താണ് പേരെന്താണ്? സൂരജ് എന്നാണ് പേര്. അത് ശരി. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാര്യം എന്താണ്, ഒരു വിശ്വാസ്യത ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തന സമയം എപ്പോഴാണ്? നമുക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ പ്രവർത്തന സമയമാണ്. അത് ശരി. ഇടയ്ക്ക് അവധിയൊന്നുമില്ല. എപ്പോൾ വിളിച്ചാലും നമ്മൾ ഓടിയെത്തും. അത് ശരി. അപ്പം ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ നിന്ന് ലഭിക്കുന്നത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരുവിധ മായങ്ങളും ഇല്ല എന്ന് നമ്മൾ പറയാം. മായമില്ല, കലർപ്പില്ലാത്ത എല്ലാം തന്നെ അച്ഛൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ, ചമ്മന്തിപ്പൊടി എല്ലാം തന്നെ, പൊടി പരിപാടികളെല്ലാം തന്നെ നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്നു. കൊപ്ര നമ്മൾ വീട്ടിൽ തന്നെ ഉണങ്ങി റെഡിയാക്കുന്നു. അത് ശരി. എള്ളുണ്ട, അവലോസുണ്ട, ഇതെല്ലാം അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വരുന്നതാണ്. ആ പാരമ്പര്യം തനിമയുള്ള അച്ഛൻ്റെ മകനായി ജനിക്കാൻ ലഭിച്ചതിന് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ പ്രസ്ഥാനം വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഓക്കെ, ആളുകളൊന്ന് കാണട്ടെ അതൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ഇതേപോലുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ചേരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ശുദ്ധമായിരിക്കണം. അമ്മത്തനിമയുടെ പര്യായമായ രാഗസുധ ഓയിൽ മിൽസ് ഈ തനി നാടൻ മനുഷ്യൻ്റെ അടുത്തു നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ആരോഗ്യം നമുക്കും സംരക്ഷിക്കാൻ കഴിയും. ലൈവ് ടിവിയുടെ എൻ്റെയർ മീഡിയ ടീമിനും ഒപ്പം വീണ്ടും കാണാം. നന്ദി.